Hi dears, welcome to another class of Introducing Literature. This is our sixth part. We have been discussing poetic techniques. In previous class, we were introduced hyperbole and we had analyzed the poem As I Grew Older by Langston Hughes. And we saw so many poetic devices like simile, metaphor, symbol, and hyperbole in this poem. And in short, here we try to learn to analyze any poem we come across. ഒരു പോയത്തിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ മനസ്സിലാക്കാൻ, കൃത്യമായി അതിൻ്റെ മീനിങ്, അതിൻ്റെ ആശയം മനസ്സിലാവാൻ, പോയറ്റ് അതിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ എമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഒക്കെ കൃത്യമായി മനസ്സിലാകാൻ ഇറ്റ് ഷുഡ് ബി സങ്. ഒരു താളത്തിലും ഈണത്തിലൊക്കെ അവതരിപ്പിക്കുമ്പോഴാണ് ആ പോയത്തിൻ്റെ യഥാർത്ഥമായൊരു ഫീലിങ്സ്, അതിൻ്റെ ഒരു ആശയം വായനക്കാരന് ലഭിക്കുന്നുള്ളൂ. താളവും ഈണവും നൽകി പാടുമ്പോഴാണ്, ഉറക്കെ വായിക്കുമ്പോഴാണ് ആ പോയത്തിൻ്റെ ഒരു യഥാർത്ഥമായ ഫീലിംഗ് പലപ്പോഴും നമുക്ക് ലഭിക്കുന്നുള്ളൂ. സോ എനി പോം അതിനെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ അതിൻ്റെ റൈമും റിതവും ഒക്കെ ശരിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആൻഡ് റിതം മീൻസ് വേരിയേഷൻ ഓഫ് സൗണ്ട്. ഒരു ഡിഫൈൻഡ് പാറ്റേണിലൂടെ സൗണ്ടുകൾ പലപ്പോഴും സ്ട്രോങ് ആയി, വീക്കായി, ലൗഡായി, ലോ ലെവലിലേക്ക് നമ്മൾ അവതരിപ്പിക്കാറുണ്ട്, വായിക്കാറുണ്ട്. സൗണ്ടുകളുടെ ഈ ചേഞ്ചസിനെയാണ് ഇവിടെ താളം, ലയം, കൃത്യമായ ക്രമത്തിലുള്ള ആവർത്തനം എന്നൊകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാംഗ്വേജിലും അതിൻ്റെതായ താളം നമുക്ക് കാണാൻ പറ്റും. ഇംഗ്ലീഷിലെ റിതമല്ല മലയാളത്തിൽ നാം പലപ്പോഴും സംസാരിക്കുമ്പോഴും വായിക്കുമ്പോഴും പാടുമ്പോഴൊക്കെ ഉണ്ടാകുന്നത്. ദെൻ ലാംഗ്വേജുകൾ വ്യത്യാസമാകുന്നതനുസരിച്ച്, അത് ഉപയോഗിക്കുന്ന ഏരിയകൾ വ്യത്യാസമാകുന്നതനുസരിച്ച് നമ്മുടെ ലാംഗ്വേജിൻ്റെ ഋതത്തിലേക്ക് ഒരുപാട് മാറ്റം നമുക്കറിയാം. കേരളത്തിലെ 16 ജില്ലകളിലും മലയാളം ഒരേ ഋതത്തിലല്ല, താളത്തിലല്ല പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക താളത്തിൽ, ലയത്തിലൊക്കെ അവതരിപ്പിക്കുന്നതിനെയാണ് ഋതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ റൈം എന്ന് പറയുമ്പോൾ നഴ്സറി റൈമുകളൊക്കെ നമ്മൾ മുമ്പ് കേട്ടതാണ്. വേഴ്സ് രൂപത്തിൽ, പദ്യരൂപത്തിൽ, പാടാൻ പറ്റുന്ന രൂപത്തിലൊക്കെ വരികൾ അവതരിപ്പിക്കുമ്പോഴാണ് അതിനെ റൈം എന്ന് പറയുന്നത്. ഒരേ രൂപത്തിൽ ഉച്ചരിക്കുന്ന സൗണ്ടുകൾ ഒരു യൂണിഫോമിറ്റിയിൽ പാടുക, പറയുക, ഇതാണ് ഇവിടെ റൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then rhyme and rhythm both are key elements. Definitely these add musicality to a poetry. Then ടെക്സ്റ്റിലെ ചില ലൈൻസുകൾ നമുക്കൊന്ന് വായിക്കാം. പേജ് നമ്പർ 42, ലാസ്റ്റ് പേര. Poetry uses not only words to enhance meaning, it also seeks the help of rhythms and rhymes. Music is an essential part of a poetry. If you listen to poetry reading, you will know that rhythms and sound are very much part of poetic language. And here we already understood some poetic devices by words, which enhances the meaning of the sentence of the poem by decorating words like simile, metaphor, personification and hyperbole. ഇവിടെയൊക്കെ വേർഡ്സ് കൊണ്ട്, റിട്ടൺ ലാംഗ്വേജ് കൊണ്ടാണ് ആ സെൻറ്റൻസിൻ്റെ, ആ പോമിൻ്റെ മീനിങ് എൻഹാൻസ്മെൻറ്റ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരം വേർഡ്സ് കൊണ്ടുള്ള ഡെക്കറേറ്റിംഗ് ടെക്നിക്കിനെ പോലെ തന്നെയാണ് റൈംസുകൾ ഉപയോഗിച്ചും ഋതങ്ങൾ ഉപയോഗിച്ചും പോയത്തിൻ്റെ മീനിങ്ങിന് കൂടുതൽ എൻറിച്ച്മെൻറ്റ് ലഭിക്കുന്നുണ്ട്. സോ മ്യൂസിക് ഈസ് എ എസെൻഷ്യൽ പാർട്ട് ഓഫ് എ പോയട്രി. അതിന് കൂടുതൽ എൻറിച്ച്മെൻറ്റ്, അതിൻ്റെ മീനിങ്ങുകൾക്ക് കൂടുതൽ ആശയങ്ങളും അനുഭവേദ്യമാകുന്നതും ഇത്തരം മ്യൂസിക്കിലൂടെ, താളത്തിലൂടെ, റൈമിലൂടെയൊക്കെയാണ്. മ്യൂസിക് നമ്മുടെ മനസ്സിനെ കൂടുതൽ വല്ലാത്തൊരു അനുഭൂതിയുടെ തലത്തിലേക്ക് എത്തിക്കുന്നു നമുക്കറിയാം. എന്നാൽ മ്യൂസിക് എന്ന് പറയുമ്പോൾ ഒരു DJ മ്യൂസിക് മാത്രമാണ്, അതിലേക്കാണ് പലപ്പോഴും നമ്മുടെ മനസ്സ് നീങ്ങുക. എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് മനസ്സിന് ശാന്തി നൽകുന്ന, സമാധാനം നൽകുന്ന, കുറച്ചുകൂടിയൊക്കെ ആശ്വാസം കിട്ടുന്ന നല്ല മ്യൂസിക് പ്രകൃതിയിലുണ്ട്. ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതിലൂടെയുണ്ട്. ഹോളി റിലീജിയസ് ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുന്നതിലൂടെ, പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കുന്നതിലൂടെ, നമ്മുടെ സാരേ ജഹാംസ് എച്ച എന്നൊക്കെ അത് അതിൻ്റെതായ ഇണത്തിലൂടെ പാടുന്ന സമയത്ത്, അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു പാട്രിയോട്ടിസം നമുക്ക് കൃത്യമായി തന്നെ ഫീലിംഗ് ലഭിക്കുന്നുണ്ട്. സോ ഇതുപോലെ എഴുതപ്പെട്ട ലൈനുകൾക്ക്, സെൻറ്റൻസുകൾക്ക് റൈമുകളും ഋതങ്ങളും കൂടുതൽ എൻറിച്ച്മെൻറ്റ് നൽകുന്നു. ദെൻ വാട്ട് ഈസ് റിതം? Rhythm is a poetic device
that demonstrate long and short patterns through stressed and unstressed syllable. ഇവിടെ സ്ട്രെസ്സ് അൺസ്ട്രെസ്സ് മറ്റു ഫോണറ്റിക്കായ സൗണ്ട് പ്രൊനൗൺസിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കോമൺ പേപ്പറായ ട്രാൻസാക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ അതായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. സൗണ്ടിനെ സ്ട്രെസ് ചെയ്ത് പറയാൻ നമുക്കറിയാം, എംഫസൈസ് ചെയ്തിട്ട് ഊന്നി പറയാം, കൂടുതൽ ബലം കൊടുത്തിട്ട് പവർ കൊടുത്തിട്ട് പറയുമ്പോഴാണ്. അപ്പോൾ വാട്ടർ എന്ന് പറയുമ്പോൾ സമയത്ത് അവിടെ ഫസ്റ്റ് സിലബിളിൽ ഫസ്റ്റ് ഭാഗത്ത് കുറച്ചുകൂടി പവർ കൂട്ടുന്നു. അതുപോലെ അൺസ്ട്രെസ്ഡ് ആയിട്ട് അത്ര ബലം കുറച്ചും നമ്മൾ ചില ആ വാക്കിൻ്റെ ഒഴുക്കനുസരിച്ച് നമ്മൾ ചില ഭാഗത്ത് പവർ കുറച്ചും പറയുന്നു. സ്ട്രെസ്സിങ് ആൻഡ് അൺസ്ട്രെസ്സിങ് സിലബിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാനുണ്ട്. വേർഡിലെ സിലബിളിലെ സ്ട്രെസ്സിൻ്റെയും അൺസ്ട്രെസ്സിനും അനുസരിച്ച് കൊണ്ട് സൗണ്ടിലുണ്ടാകുന്ന വേരിയേഷൻ കാണിക്കുന്ന പോയറ്റിക് ഡിവൈസിനെയാണ് റിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സം വേർഡ്സ് ഇൻ സെൻറ്റൻസ് ആർ ഗിവൺ മോർ സ്ട്രെസ് കമ്പയർഡ് ടു അതേഴ്സ്. The presence of stressed and unstressed word in a sentence create rhythm in a speech as well as the poetry. അപ്പോൾ ഈ സ്ട്രെസ്സും അൺസ്ട്രെസ്സുമാണ് റിതം ഉണ്ടാക്കുന്നത്. ചിലത് നമ്മൾ പവർ കൂട്ടി പറയുന്നു, ചിലത് പവർ കുറച്ച് പറയുന്നു. ഈ ഒരു വേരിയേഷൻ കയറ്റിറക്കമാണ് ശരിക്കും ആ ഒരു താളം ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സെൻറ്റൻസിലെ സിലബിളിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സും അൺസ്ട്രെസ്സും ഉണ്ടാകുന്നില്ലെങ്കിൽ റിതം ഉണ്ടാകുന്നില്ല. സ്ട്രെസ്സിൽ നിന്ന് അൺസ്ട്രെസ്സിലേക്കുള്ള വീണ്ടും സ്ട്രെസ്സിലേക്കുള്ള ആ ഒരു മൂവ്മെൻറ്റിനെയാണ്, കൃത്യമായൊരു ഓർഡറോട് കൂടിയുള്ള മൂവ്മെൻറ്റിനെയാണ് റിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ റൈം എന്ന് പറയുമ്പോൾ റൈം ഈസ് എ കറസ്പോണ്ടൻസ് ഓഫ് സൗണ്ട് ബിറ്റ്വീൻ വേർഡ്സ്, എസ്പെഷ്യലി വെൻ ദീസ് ആർ യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ലൈൻസ് ഓഫ് ദി പോയട്രി. ടു വേർഡ്സ് ദാറ്റ് എൻഡ് വിത്ത് സെയിം സൗണ്ട്സ് ദറ്റ് ആർ സെഡ് ടു റൈം. അതാണ് റൈം എന്നാൽ. ഒരേ സൗണ്ടിൽ ഒരേ രൂപത്തിൽ അവസാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചേർച്ച പോലെ വേർഡ്സുകളിലെ സൗണ്ടിലെ ചേർച്ചയാണ് ഇവിടെ റൈമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോയട്രിയുടെ എൻഡിലെയാണ് ഇതൊരു റൈമിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും. ഇവിടെ റിതം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ സ്ട്രെസ്സ് മനസ്സിലാവേണ്ടതുണ്ട്. സ്ട്രെസ്സും അൺസ്ട്രെസ്സും വരുന്നത് സിലബിളിലാണ്. അതുകൊണ്ട് സിലബിൾ എന്താണെന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. ഈച്ച് വേർഡ് ഇൻ ഇംഗ്ലീഷ് ഈസ് മാഡ് ഓഫ് സിലബിൾ. ഇറ്റ് ഈസ് സ്ട്രെസ് ടൈംഡ് ലാംഗ്വേജ്. ഇംഗ്ലീഷിലെ എല്ലാ വേർഡുകളും സിലബിൾ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയതാണ്, സിലബിൾ ഉൾക്കൊള്ളുന്നതാണ്. ചില വേർഡ്സിൽ ഒരു സിലബിൾ മാത്രമായിരിക്കും, ചിലതിൽ 2, 3, 4, 5 ഒക്കെ ഉണ്ടാകുന്ന വേർഡുകൾ ഉണ്ടാവാറുണ്ട്. സിലബിൾസ് ആർ ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് അട്ടറൻസ്. എ സിലബിൾ ഈസ് കൺസിഡർഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് സൗണ്ട് വിച്ച് ഈസ് അറ്റേർഡ് ടുഗദർ. നാം ഉച്ചരിക്കുന്ന ഒരു സൗണ്ടിൻ്റെ യൂണിറ്റാണ് സിലബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കയറ്റിറക്കങ്ങളുള്ള ഒരു സ്വരം, ഒരു സൗണ്ട്, ഇതിനെയാണ് സിലബിൾ എന്ന് പറയുന്നത്. പ്രധാനമായും ഒരു വവൽ സൗണ്ടും ഒന്നോ അതിലധികമായിട്ടുള്ള കോൺസണൻറ്റ് സൗണ്ടുകളൊക്കെയാണ് സിലബിളിൽ സാധാരണ ഉണ്ടാവാറുള്ളത്. ലെറ്റേഴ്സിനെ പരിഗണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ലെറ്റർ ഒരു സിലബിൾ ആവാറുണ്ട്, 3-4 ലെറ്റേഴ്സ് ചിലപ്പോൾ ഒരു സിലബിൾ ആവാറുണ്ട്. ഇങ്ങനെ സൗണ്ടിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ് സിലബിൾ നമ്മൾ തീരുമാനിക്കുന്നത്. ഗ്രൂപ്പ് ഓഫ് സൗണ്ട് വിച്ച് ഈസ് അറ്റേർഡ് ടുഗദർ. നാം ഒരുമിച്ച് പറയുന്ന, ഒറ്റയടിക്ക് പറയുന്ന ഗ്രൂപ്പ് ഓഫ് സൗണ്ടിനെയാണ് സിലബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എ വേർഡ് മേ കൺസിസ്റ്റ് ഓഫ് 1 or more syllable. Bud is a word which consists of a single syllable, monosyllable. However, the word summer consists of 2 syllable, summer. ചെറിയൊരു ബ്രേക്ക് വരുന്നുണ്ട് സമ്മർ എന്ന് പറയുമ്പോൾ. എന്നാൽ ബഡ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് നമ്മൾ തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ വേർഡുകളെ സൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അവിടെ ഒന്നോ അതിലധികമോ സിലബിൾ ഉണ്ടാവും. ഒരു വേർഡിനെ മുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സിലബിൾ. നേരത്തെ പറഞ്ഞതുപോലെ വവൽ സൗണ്ട് എന്തായാലും ഉണ്ടാവും, എന്നാൽ കോൺസണൻറ്റ് സൗണ്ട് ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. എന്തായാലും പോയട്രി ഡീപ്പായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ ഇത്തരം സിലബിൾ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ സിലബിൾ അടിസ്ഥാനത്തിലാണ് സ്ട്രെസ്സും അൺസ്ട്രെസ്സും വരുന്നത്. Then here a video which help us to find out syllable. How do we break a sentence on the basis of syllable? Here 3 ways are introduced. Firstly, clap ചെയ്തുകൊണ്ട് നമുക്ക് സിലബിളിനെ ഫൈൻഡ് ചെയ്യാം. അതുപോലെ ഇവിടെ റോബർട്ട് സ്പീക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ വേരിയേഷനെ കൃത്യമായി കാണിച്ചുകൊണ്ട് ദെൻ മൗത്ത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് സിലബിളിനെ ഫൈൻഡ് ചെയ്യാവുന്നതാണ്.
cat, sunset, radio, book, teacher, tractor. Let's try another way to find syllables. It's called robot speak. Let's say these words like the robot. Cat, sunset, tractor. Do you hear how we're chopping the words into pieces? Radio, book, teacher. Each new piece is another syllable. Let's say these words together again, but first put your hand below your chin like this. Pay attention to when your mouth opens and closes. Cat, sunset, tractor. Did you notice that your mouth opens whenever you say a vowel? Each time your mouth opens, you've said another syllable. Radio, that's 3 syllables. Book, that's just 1 syllable. Teacher, that's 2 syllables. ഓക്കെ, ഇവിടെ ഒരു വേർഡിൽ ഒരു സിലബിൾ മാത്രമാണെങ്കിൽ മോണോ സിലബിൾ എന്നും 2 സിലബിൾ ഉണ്ടെങ്കിൽ ഡൈ സിലബിൾ എന്നും 3 സിലബിൾ ആണെങ്കിൽ ട്രൈ സിലബിൾ എന്നും ദെൻ 3നേക്കാൾ കൂടുതലുള്ളതിനൊക്കെ പോളി സിലബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ സിലബിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സ്ട്രെസ്സും അൺസ്ട്രെസ്സും വരുന്നത്. ആ സ്ട്രെസ്സിനെയും അൺസ്ട്രെസ്സിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് സൗണ്ടിൻ്റെ വേരിയേഷൻ വരുന്നത്. ദാറ്റ് ക്രിയേറ്റ് റിതം ടു സെൻറ്റൻസ്. ദെൻ നേരത്തെ നാം മനസ്സിലാക്കിയതുപോലെ സ്ട്രെസ്ഡ് സിലബിളിനെയാണ് ലോങ് സിലബിൾ എന്ന് പറയുന്നത്. അൺസ്ട്രെസ്ഡ് ആയ സിലബിളിനെയാണ് ഷോർട്ട് സിലബിൾ എന്നും പറയുന്നത്. ദെൻ ഒരു വേർഡിൽ തന്നെ സ്ട്രെസ്സും അൺസ്ട്രെസ്സും ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് അതിൻ്റെ സൗണ്ട് താന്നും പൊങ്ങിയും വരുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് പോയട്രി ഓഫൻ റിലീസ് ഇറ്റ്സ് ഫുൾ മീനിങ് വെൻ റീഡ് അലൗഡ്. ലൗഡായി വായിക്കുമ്പോഴാണ് ഈ സ്ട്രെസ്സും അൺസ്ട്രെസ്സും ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് വായിക്കുമ്പോഴാണ് പോയട്രിയുടെ ഭംഗി കൃത്യമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ദെൻ ഹിയർ വി ഹാവ് എ ക്ലാസ് റൂം ആക്ടിവിറ്റി. സേ ദീസ് വേർഡ്സ് അലൗഡ് ടു സീ ഹൗ ഇറ്റ് സൗണ്ട് ഓൺ യുവർ ടങ്. ചെക്ക് ദ നമ്പർ ഓഫ് ദ സിലബിൾ ദേ കണ്ടെയ്ൻ. അപ്പോൾ താഴെ കുറച്ച് വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ലൗഡായിട്ട് വായിക്കാൻ വേണ്ടി പറയുന്നു. ദെൻ അവിടെ ചില ഭാഗങ്ങൾ ബോൾഡായി കൊടുത്തിട്ടുണ്ട്, ചിലത് ബോൾഡ് അല്ലാതെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സിലബിളിൻ്റെ വേരിയേഷൻ, ഡിഫറെൻറ്റ് സിലബിളാണ് അതിലുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നമ്പർ ഓഫ് സിലബിളും നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുന്നുണ്ട്. ബട്ട്, വിൻഡ്, സൺലൈറ്റ്, resplendent, summer, seashore, sand, behind. Each English word is given its own weight and push as we speak it within a sentence, says Stephen Fry in his wonderful book The Old Less Travelled. അപ്പോൾ ഇതേ രൂപത്തിൽ നമ്മുടെ പോയട്രിയിലെ മറ്റു സെൻറ്റൻസുകളൊക്കെ ഒന്ന് വായിച്ച് പഠിക്കുക. അപ്പോൾ ഓക്കെ, തൽക്കാലം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ദെൻ ഈ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് വരും ദിവസങ്ങളിൽ തന്നെ കോളേജിലേക്ക് എത്താൻ, ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് എത്താൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഫൈനൽ ഇയേഴ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. മീറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഹാവ് എ നൈസ് ഡേ.